സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ ഈശോയുടെ സാന്നിധ്യം ഞങ്ങൾ ഓരോ ശുശ്രൂഷകളിലും കാണാം. നമുക്ക് എവിടെയാണ് സ്വർഗരാജ്യം? ഇവിടെ തന്നെയാണ് സ്വർഗരാജ്യം. മരിക്കണേ മുമ്പ് നമ്മൾ സ്വർഗരാജ്യം അനുഭവിക്കുന്ന ഇവിടെയാണ്, അല്ലാതെ വേറെ ഒരു സ്ഥലത്തല്ല. ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാനീ പറയണത്. അവരുടെ സ്വർഗത്തിലെ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മാലാഖമാരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇവർ മാത്രമല്ല, ഇതിനേക്കാൾ കൂടുതൽ മാലാഖമാർ ഇവിടെ ചുറ്റും നല്ല ആക്റ്റീവായിട്ട് നടക്കാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, അടുത്ത വർഷവും എന്നെ ഒരുക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം വിളിക്കാൻ വന്നപ്പോൾ ഞാനന്ന് പ്രാർത്ഥിച്ചത് ഫലിച്ചല്ല എന്ന് ഓർത്ത് സന്തോഷിച്ച്. 5-6 വർഷമായിട്ട് പുറത്തിറങ്ങാത്ത അമ്മ അന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഈ ധ്യാനത്തിൽ വന്നപ്പോഴാണ്. അപ്പോൾ ഇവർ ഈ ധ്യാനത്തിന് വേണ്ടി ഓരോ വർഷവും അടുത്ത വർഷം എന്ന് തുടങ്ങും ബ്രദറെ, അടുത്ത വർഷം എന്ന് തുടങ്ങും എന്നാണ് ധ്യാനം എന്ന് പറഞ്ഞിരിക്കണ ഒരു സന്തോഷമുള്ളൊരു മുഖമാണ്. എല്ലാവരും വലിയ വലിയ ജോലിക്കാരൊന്നുമില്ല, സാധാരണ ജോലിക്കാരാണെങ്കിലും അവർ ആ ജോലി മാറ്റി വെച്ചുകൊണ്ട് 5 ദിവസം ഇവർക്ക് വേണ്ടിയിട്ട് നിൽക്കും. ഞങ്ങളുടെ ക്യാരിസം ഇവരെ നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ആവശ്യമുള്ളവരെ നോക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ക്യാരിസം. നിന്റെ കിടക്കയും എടുത്ത് എന്നെ അനുഗമിക്കുക എന്ന കർത്താവിൻ്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് സഹനത്തിൻ്റെയും വേദനയുടെയും പ്രത്യേകിച്ച് രോഗത്തിൻ്റെയും അവസ്ഥയിലൂടെ കടന്നുപോയി ഇന്ന് വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്നവർക്കായി ആശ്വാസത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വേദിയാവുകയാണ് കൊച്ചിയിലെ ഈ പള്ളുരുത്തിയിലെ കൊത്തലങ്കോ ആശ്രമം. കഴിഞ്ഞ 10 വർഷമായി ആരും അറിയാതെ കൊച്ചി രൂപതയിലെ കൊത്തലങ്കോ ബ്രദേഴ്സ് ചെയ്യുന്ന ഈ സേവനം ഇങ്ങനെയാണ്. വീടുകളിൽ രോഗികളായി കഴിയുന്നവരെ കൂട്ടിക്കൊണ്ടുവരികയും അവർക്ക് വേണ്ടി കുറച്ചു ദിവസത്തെ ഒരു ആത്മീയ ധ്യാനം നടത്തിവരികയുമാണ്. ഇങ്ങനെയൊരു ധ്യാനത്തെക്കുറിച്ച് അധികം ആരും കേട്ട് കാണില്ല. കാരണം ഭവനങ്ങളിൽ നിന്നുള്ള ഈ രോഗികളെ ഇവിടെ കൊണ്ടുവരികയും ഇവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്തു കൊടുക്കുകയുമാണ്. കൊത്തലങ്കോ ബ്രദേഴ്സിൻ്റെ കീഴിൽ കൊത്തലങ്കോ മിഷൻ ഫാമിലി എന്ന സംഘടനയാണ് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഏതാനും സന്മനസ്സുള്ള ആത്മാരുടെ നേതൃത്വത്തിൽ കുറച്ചു ദിവസം രോഗികളെ ഈ ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയും ഇവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകുകയും അതോടൊപ്പം തന്നെ ആത്മീയമായി ഇവരെ നയിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. പള്ളുരുത്തിയിലെ കൊത്തലങ്കോ ആശ്രമത്തിൻ്റെ സുപ്പീരിയർ ബ്രദർ ബിനോയ് പീറ്റർ ഇപ്പോൾ നമ്മളോട് കൂടെയുണ്ട്. അദ്ദേഹം ഇന്ന് നടക്കുന്ന ഈ പരിപാടികളെക്കുറിച്ചും ഈ ആത്മീയ ശുശ്രൂഷയെക്കുറിച്ചും നമ്മളോട് സംസാരിക്കും. ബ്രദർ, ഇന്ന് നടക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയെക്കുറിച്ച്, എങ്ങനെയാണ് ഈ രോഗികളെ ഈ ഭവനത്തിലേക്ക് എത്തിക്കുന്നതും അതിനുശേഷം ഇവരെ ശുശ്രൂഷിക്കുന്നതും ഈ 4 ദിവസം എങ്ങനെയായിരിക്കും? അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം 5 മണിക്കാണ് ധ്യാനം തുടങ്ങുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആംബുലൻസും വണ്ടികളുമായിട്ട് പോയിട്ട് നമ്മൾ 2 ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു ടെമ്പോ ട്രാവലറും 2 കാറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പോയി നമ്മുടെ വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ രോഗികളെയൊക്കെ ഓൾറെഡി നമ്മളെല്ലാ വീടുകളിലും പോയി സന്ദർശിച്ച് അവരോട് ഓൾറെഡി ഇതിനെക്കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാവരും റെഡിയാണ്. നമ്മളിപ്പോൾ അവരെ വീടുകളിൽ പോയി എടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ വീടുകളിൽ പോയി കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ നേതൃത്വത്തിൽ തിരിച്ചു വരാൻ കൊണ്ടുപോയി നമ്മുടെ ഉത്തരവാദിത്വത്തിലാണ് എല്ലാവരും. ഏകദേശം എത്ര രോഗികളാണ് ഇന്നിവിടെ വരുന്നത്? ഒരു 100 രോഗികളോളം ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ രോഗികളുടെ കാര്യമാണ്, എത്ര ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഒരു 150 പേരെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ഈ രോഗികളെ ശുശ്രൂഷിക്കാനും ഇവരുടേതായിട്ടുള്ള ഒരു 4 ദിവസത്തോളം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് വേണ്ടി ആരാണ് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്? ഇവിടെ ഞങ്ങൾ കൊത്തലങ്കോ ബ്രദേഴ്സും സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു 100 കണക്കിന് വോളണ്ടിയേഴ്സ്, സന്നദ്ധ സേവകരായ കൊത്തലങ്കോ മിഷൻ ഫാമിലി അംഗങ്ങളുണ്ട്. അവരായിരിക്കും ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ ബ്രദറെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടേക്ക് വരാനുള്ള രോഗികളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ഭവനങ്ങളിലേക്ക് പോകാം.
ചെല്ലാനത്താണ്. ഈ റോസാരി ചേച്ചി 2 വർഷത്തിലധികമായി വീൽ ചെയറിലാണ്. ചേച്ചീനെ ആദ്യം നമ്മൾ ഡയാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ കണ്ടതുപോലെ വണ്ടികളോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്ത പ്രദേശങ്ങളിലേക്കാണ് ഈ ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള സന്നദ്ധ പ്രവർത്തകർ, ശുശ്രൂഷ ചെയ്യുന്നവർ കടന്നു വന്ന് ഇതുപോലെ രോഗികളെ വണ്ടിയിലാക്കി ആശ്രമത്തിലേക്ക് എത്തിക്കുന്നു. ശുശ്രൂഷ വേണ്ടവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ടാണ് 4 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹ ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ഇവരോടൊപ്പം തന്നെ യാത്ര തുടരാം. കാണുന്ന ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ പല വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന കിടപ്പ് രോഗികളും അല്ലാത്ത രോഗികളെയും വന്ന് അവരിവിടെയാണ് താമസിക്കുന്നത്. പലരും പല വർഷങ്ങളായിട്ട് ഇവിടെ ഈ ബത്സൈദ ധ്യാനത്തിനായിട്ട് വരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. വീട്ടിലെ ഒരു മൂകതയിൽ നിന്ന്, വീട്ടിലൊരു അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാറി എല്ലാവരെയും കാണാനും സന്തോഷിക്കാനും പല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. നമുക്ക് ഈ ധ്യാനത്തിന് വന്നിരിക്കുന്ന അമ്മച്ചിമാരോടും അപ്പച്ചമാരോടും അവരുടെ ജീവിതത്തിലെ വിശേഷങ്ങളും അവരുടെ ജീവിതത്തിലെ സഹനങ്ങളെ അവരെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ കൂടെയുള്ളത് റോസി അമ്മച്ചിയാണ്. അമ്മച്ചി 10 വർഷമായി ഈ ധ്യാനത്തിന്, ഈ സംഗമത്തിന് വരുന്നു. നമുക്ക് അമ്മച്ചിയോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന്. അമ്മച്ചി, ഞാൻ ഈ 10 വർഷമാണെങ്കിലും കിടപ്പ് രോഗികൾക്കാണ് ഇവിടെ ധ്യാനം നടത്തുന്നത്. കിടപ്പ് രോഗികളാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിനേക്കാളും നല്ല സൗകര്യമാണ് ഇവിടെ. മരണത്തിന് ഇന്ന് മരിച്ചാൽ പോലും നമ്മൾ സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ ഇവിടെ വന്നിട്ട് വേണം പോകാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള വിചാരിക്കും, ഓ എന്തിനാണ് ഇപ്പം ആ ധ്യാനം കൂടുന്നത്, മരിക്കണ മുമ്പ് മരിക്കണമെങ്കിൽ ഇവിടെ വീട്ടിൽ കിടന്ന് വെച്ചാൽ അല്ല, ഇവിടെയാണ് ഏറ്റവും വലിയ സ്വർഗരാജ്യം. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഈശോ, നമ്മുടെ വീട്ടിൽ ഈശോ ഇല്ലെന്നല്ല പറയണേ, എപ്പോഴും ഈശോ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആലയമാണിത്. അപ്പം എപ്പോഴും അവരെ കരുതുന്നവനാണ്, കാക്കുന്നവനാണ്, എപ്പോഴും ചേർത്ത് പിടിക്കുന്നവനാണ്. അപ്പോൾ നമ്മളും അത് തന്നെ മരണസമയത്ത് ആശീർവാദം. കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് സൈത്ത് തൊട്ട് ഇപ്പം മരിച്ചു പോയാൽ മതി, ഞാൻ അവസാന നിമിഷത്തിൽ ഒന്നും കിട്ടണ്ട, ഇത് മതി എന്നുള്ള രീതിയിലാണ്. ഇപ്പം കഴിഞ്ഞ കൊല്ലവും അതുപോലെ സൈത്ത് തൊട്ട് ഈ കൊല്ലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യത്തെ വർഷം വന്നപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പാടില്ലായിരുന്നു, വാക്കറിലാണ് നടന്നു. ആ വാക്കർ അച്ഛൻ എന്നോട് പറഞ്ഞു നടന്നിങ്ങാട് പോരാൻ പറഞ്ഞു. ഞാൻ നടന്നങ്ങാട് ചെന്ന് അങ്ങനെ സുഖപ്പെട്ടാണ് ഞാൻ. അന്ന് തുടങ്ങി ഇന്നേ വരെ ഈ ധ്യാനം വെച്ചാൽ എല്ലാവരും ഞാൻ കുറേ പേരോട് പറഞ്ഞു വാ വാ എന്ന് പറഞ്ഞാൽ
ആൾക്കാർ പിന്നെ ഈ പാടില്ലാത്ത ആൾക്കാർ അവിടെ പോണ്. ഈ പാടില്ലാത്ത ആൾക്കാർ വീട്ടിൽ നമ്മളെ ശുശ്രൂഷിക്കുന്നവർക്ക് ഇത്തിരി വലിപ്പും വിളിപ്പും ഒക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ അവരവിടെ ഇവിടെ കൃത്യമായ സമയത്ത് കുളിപ്പിക്കും, ഉടുപ്പിക്കും, നമുക്ക് ഭക്ഷണം തരും, എല്ലാം തരും. ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ ഇവിടെ നിന്ന് ചെന്നേച്ചു നമുക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര മടിയായിരിക്കും. ഇവിടെ ആണെങ്കിൽ സുഖമാണ്. അത് ഇവിടെ എനിക്ക് മാത്രമല്ല കേട്ടാ, ഇവിടെ അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ ഓരോ പ്രാവശ്യം വന്നവർ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കണേ എപ്പോഴാണ് ഈ ധ്യാനം, എപ്പോഴാണ് ഈ പ്രാർത്ഥന എന്ന്. അതുപോലെ വിശുദ്ധ കുർബാന നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം. സൈത്തും തൊട്ടാണ് നമ്മളെ വിടുന്നത്. ഇനി വന്നില്ലെങ്കിൽ മരണസമയത്ത് നമുക്ക് ദിവ്യകാരണം സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ സൈത്ത് കൊണ്ട് തന്നെ നമുക്ക് വിശുദ്ധമായി ജീവിക്കാൻ സാധിക്കും. എൻ്റെ അനുഭവം അല്ലട്ടാ, ഇതെല്ലാവർക്കും അനുഭവം. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് ആകാംക്ഷയോടെ ഇത് വലിയൊരു ധ്യാനമാണ്. ഇപ്പം കഴിഞ്ഞ കൊല്ലമാണ് ഈ പില്ലോ ചേച്ചി വന്ന്. പില്ലോ ചേച്ചി എപ്പോഴും എൻ്റെ വീട്ടിൽ വരുമ്പോൾ പറയും, ഞാൻ ഒറ്റക്ക താമസിക്കണം. പില്ലോ ചേച്ചി എപ്പോഴും വരും, എന്താണ് നമുക്ക് എന്നാടി ധ്യാനമെന്ന്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ദിവസം എപ്പോഴാണിത് വരണത്. അതിന് ഈ കൊത്തലൊങ്കക്ക് ഒത്തിരി നന്ദി പറയണം. അതിൻ്റെ പിന്നിൽ ഒത്തിരി പേര് പ്രവർത്തിക്കുന്നവരുണ്ട് കേട്ടാ. ഒത്തിരി മനസ്സും അവർക്ക് വീടെല്ലാം വിട്ട് പുറത്തിറങ്ങുന്നവരുണ്ട്. കാലത്ത് 4 മണിക്ക് ഇവിടെ കുളിപ്പിക്കും. വലിയ വട്ടയിൽ വെച്ചാൽ വെള്ളം തിളപ്പിച്ച് എല്ലാവരും കുളിച്ചു പോകും. ഒരെണ്ണം പോലും നമ്മുടെ വീട്ടിൽ ഇന്ന് കുളിക്കണ്ടെന്ന് വിചാരിക്കും. ഇവിടെ എല്ലാവരും കുളിപ്പിക്കും. എത്ര പാടില്ലെങ്കിലും ശരിയാ, എടുത്തുകൊണ്ട് അവർ കുളിപ്പിച്ച് അപ്പിയിട്ട് തുടച്ച് ഉടുപ്പിച്ച് എല്ലാം കൊണ്ടൊന്ന് ഇവിടെ ഇരുത്തും. അപ്പം നമുക്ക് എവിടെയാണ് സ്വർഗരാജ്യം? ഇവിടെ തന്നെയാണ് സ്വർഗരാജ്യം. മരിക്കണേ മുമ്പ് നമ്മൾ സ്വർഗരാജ്യം അനുഭവിക്കുന്ന ഇവിടെയാണ്, അല്ലാതെ വേറെ ഒരു സ്ഥലത്തല്ല. ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാനീ പറയണത്. നന്ദി. അമ്മച്ചി കുറെ നാളായില്ലേ ഇങ്ങനെ എന്താ പറയാ വീട്ടിൽ തന്നെ ഇങ്ങനെ ആരും കാണാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. പക്ഷെ ഇവിടെ വരുമ്പോ അമ്മച്ചി ഞങ്ങൾ നേരത്തെ കണ്ട പോലെ ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണ് ഇവിടെ വന്നപ്പോ അമ്മച്ചിക്ക് പറയാനുള്ളത്? എത്ര നാളെ അമ്മച്ചി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്? ഇവിടെ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാവരുടെ സ്നേഹവും എല്ലാവരും പരിചരണയും. അപ്പോൾ എനിക്ക് സുഖമില്ലാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു പോകണ്ട, വണ്ടിയിലൊക്കെ കയറി പോകണ്ടെന്ന് പറഞ്ഞെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചാണ് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ എല്ലാവരും ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അസുഖം പകുതിയും കുറഞ്ഞാണ് നമ്മൾ പോയത്. അപ്പോഴും നമ്മൾ പറഞ്ഞു ഇനി അടുത്ത കൊല്ലം ജീവനോട് ദൈവം തരാണെങ്കിൽ അവിടെ ഇനിയും പോകണമെന്ന് പറഞ്ഞു. ഇപ്പം പാടില്ലായിരുന്നു, എന്നാലും ഞങ്ങൾ ഇപ്പം ഈ സ്ഥലത്തെത്തി ഇരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയും ജീവിച്ചിരിക്കുകയാണെങ്കിലും വന്നു എന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് മുന്നേ കഴിഞ്ഞ തവണയൊക്കെ വന്നായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് വന്നു. ഇത് 2ാം പ്രാവശ്യം വന്നിട്ട് സന്തോഷാണോ അതോ ഭയങ്കര സന്തോഷം? ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ അടുത്തുനിന്ന് എല്ലാം 3-4 പേരുണ്ട്. ഞങ്ങളെല്ലാവരും നല്ല സന്തോഷത്തിൽ വന്നു. 2 ആളെ കൂടുതൽ മുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മുന്നിലുള്ളത് സെലിൻ ചേച്ചിയാണ്. സെലിൻ ചേച്ചി ഒരു 6-7 വർഷത്തോളമായി ഇതുപോലെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പക്ഷെ ചേച്ചി സന്തോഷമാണ്. കാരണം ദൈവം തന്നതാണ് ഇതെന്നുള്ള ബോധ്യത്തിലാണ് ചേച്ചി ഇപ്പോഴും സന്തോഷത്തോടെ. ചേച്ചിയുടെ ഒരു വിൽ പവറിലാണ് ചേച്ചി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചേച്ചിയുടെ അനുഭവം എങ്ങനെയാണ്? കഴിഞ്ഞ വർഷവും ചേച്ചി ധ്യാനത്തിന് വന്നിരുന്നു. നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കും. ചേച്ചി ധ്യാനത്തിന് വന്നിട്ട് എനിക്ക് നല്ല അനുഭവമായിരുന്നു. നല്ല ഇത്തിരി കൂടി ഉന്മേഷമൊക്കെ വെച്ച് ധൈര്യം വന്നു. കൊള്ളാതാണ് ഈ കൊല്ലവും വന്നത്. ഞാൻ പ്രാർത്ഥനയിൽ കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റി. പ്രാർത്ഥിക്കൂല, അതിലും കൂടുതൽ ഇപ്പം ഈ ധ്യാനം കഴിഞ്ഞ പിന്നെ നല്ലോണം പ്രാർത്ഥിക്കണ്ട, രാവിലെയും വെളുപ്പിനും രാത്രിയൊക്കെ. ചേച്ചി കഴിഞ്ഞ വർഷം ധ്യാനത്തിന് വന്നു. അപ്പൊ ഈ വർഷം ധ്യാനിക്കാൻ വരാൻ തോന്നിയത് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈശോയുടെ കൂടെ ആയിരിക്കാൻ പറ്റി? അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അടുത്ത വർഷവും എന്നെ ഒരുക്കണേ കർത്താവ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ.
അപ്പൊ ഇപ്രാവശ്യം വിളിക്കാൻ വന്നപ്പോ ഞാനന്ന് പ്രാർത്ഥിച്ചത് ഫലിച്ചല്ല എന്ന് ഓർത്ത് സന്തോഷിച്ച്. സെലിൻ ചേച്ചിക്ക് 2 ആൺമക്കളാണ്. അവരിപ്പോ നമ്മുടെ കൂടെ ഉണ്ട്. അവരാണ് അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കണം. നമുക്ക് അവരോട് തന്നെ എങ്ങനെയാണ് അമ്മേനെ ശുശ്രൂഷിക്കുന്നത്, അമ്മേനെ പറ്റി എന്താണ്? അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെയൊക്കെ എല്ലാം പ്രാർത്ഥനയിലേക്ക് നയിച്ചതൊക്കെ എല്ലാം അമ്മയാണ്. അമ്മ നടക്കുന്ന സമയത്തെല്ലാം കുർബാനയൊന്നും മുടങ്ങാറില്ലായിരുന്നു. കുറച്ച് നാളായിട്ട് സഹനത്തിലൂടെ ആണെങ്കിലും വീട്ടിലെ പ്രാർത്ഥനയുടെ എല്ലാം അമ്മ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഇവിടെ ധ്യാനത്തിന് വരുന്നത്. ജാൻസി ചേച്ചി വീട്ടിൽ വന്ന് ഞങ്ങളെ ക്ഷണിച്ചു. ഒരു 5-6 വർഷമായിട്ട് പുറത്തിറങ്ങാത്ത അമ്മ അന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഈ ധ്യാനത്തിൽ വന്നപ്പോഴാണ്. ഒരുപാട് രോഗികളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും അവരോടൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയപ്പോൾ അമ്മയ്ക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു. അത് തന്നെ ഇവിടെ വന്നിട്ട് തിരിച്ച് പോകുന്ന സമയത്ത് മുഖത്ത് നല്ലൊരു പ്രകാശം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും സന്തോഷമായി. പ്രത്യേകിച്ച് ദൈവത്തിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ബ്രദർമാരും മറ്റു ചേച്ചിമാരെല്ലാം ഒരു വീട്ടിലിരിക്കുന്നത് പോലത്തെ ഒരു അനുഭവമായിരുന്നു ഇവിടെ നടന്ന ധ്യാനത്തിൽ പങ്കെടുത്ത ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയത്. വലിയൊരു ശാന്തതയും സ്നേഹവും ദൈവസ്നേഹമൊക്കെ എല്ലാം ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഒപ്പം, അതായത് ഞങ്ങൾ വീട്ടിൽ 4 പേരാണ്, പപ്പ, അമ്മയും ഞാനും ചേട്ടനും. ഞങ്ങൾ ഒരുമിച്ച് 4 പേരും കൂടി എവിടെയെങ്കിലും പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സ്വപ്നം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴും ഞങ്ങൾ 4 പേരും ഒരുമിച്ച് പുറത്തു പോയപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഈ വർഷവും ഇവിടെ വരാൻ പറ്റി. അതും ഈശോടൊപ്പം ഒരു ടൂർ പോകാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ നേരത്തെ കണ്ട അപ്പച്ചമാരും അമ്മച്ചമാരും പറഞ്ഞു അവരുടെ ഒരു സ്വർഗമാണിതെന്ന്. അവരുടെ ഈ സ്വർഗത്തിലെ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മാലാഖമാരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇവർ മാത്രമല്ല, ഇതിനേക്കാൾ കൂടുതൽ മാലാഖമാർ ഇവിടെ ചുറ്റും നല്ല ആക്റ്റീവായിട്ട് നടക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇവിടെ ഈ അപ്പച്ചമാരെയും അമ്മച്ചിമാരെയൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു അനുഭവം എങ്ങനെയാണ്? ഈശോയിൽ ഒത്തിരി സ്നേഹമുണ്ട്. ഇവിടുത്തെ ഈ ധ്യാനം ഇപ്പോൾ ഈ 10ാം വർഷത്തിലെ ധ്യാനം നടത്തുമ്പോൾ, ഇതിനു മുമ്പ് ഒരു 12 വർഷത്തിന് മുൻപ് കോതമംഗലത്ത് ഇതുപോലെയുള്ള തന്നെ കിടപ്പ് രോഗികൾക്കായിട്ടുള്ള ധ്യാനം, അതിൻ്റെ ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് 3 ശുശ്രൂഷകർ അവിടെ പോയി. അതിൽ ഞാനും ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പിറ്റേ വർഷം മുതൽ നമ്മൾ ഇവിടെ നമ്മളുടെ പിതാവിൻ്റെ അനുവാദത്തോടെ കൊച്ചി രൂപതയിൽ ഈ കിടപ്പ് രോഗികൾക്കായിട്ടുള്ള ധ്യാനം തുടങ്ങിയത് ഓർക്കുകയാണ്. എന്തായാലും ദൈവത്തിൻ്റെ വലിയ പരിപാലനയാണ് ഞങ്ങൾ കാണുന്നത്. എഫോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 2-ാം അധ്യായത്തിലെ 10-ാം തിരുവചനം നമ്മുടെ മുമ്പിൽ ഓർക്കുകയാണ്. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം മുൻകൂട്ടി ചെയ്യാനൊരുക്കിയ സൽപ്രവർത്തികൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ പണ്ടേ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈശോയുടെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ദീപം കൊളുത്തി പറയുടെ മുകളിൽ വെക്കണം, പീഠത്തിന് മുകളിൽ വെക്കണം, മറ്റുള്ളവർക്ക് പ്രകാശം ഉണ്ടാകാനായിട്ട്. സങ്കീർത്തനം 34:5 പറയുന്നത് പോലെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷയുടെ മേലിലും ഒരു പ്രകാശമുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. വിശുദ്ധ ജോസഫ് കൊത്തലങ്ങുവിൻ്റെ വലിയ സാന്നിധ്യവും നമ്മൾ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 40-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ ഈശോയുടെ സാന്നിധ്യം ഞങ്ങൾ ഓരോ ശുശ്രൂഷകളിലും കാണാം. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകരുടെ മേലും അവരൂപിയുണ്ട്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു വീടിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഓരോ വർഷവും ധ്യാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വളരെ പ്രയാസപ്പെടുന്ന രോഗികളും അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഞങ്ങളെ മുമ്പിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ജീവിതം അവസാനം വരെ ഇതുപോലെ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള കൊതിയും ആഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും സന്തോഷവും ഞങ്ങളെല്ലാവരും ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം കൂടുതലായിട്ട് ഇനിയും ഒത്തിരി മേഖലകളിൽ ഇതുപോലുള്ള വേദനിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ദൈവം അതെല്ലാം സഫലമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നേക്കാൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മായിയമ്മയെ കുറിച്ചാണ്. എൻ്റെ അമ്മായിയമ്മ 26 വർഷത്തിലധികം ഇവിടെ വന്ന്
രോഗികളായ ഈ കുട്ടികൾക്ക് ഉച്ച സമയത്ത് എത്ര വയ്യെങ്കിലും അമ്മച്ചി 12 മണി എന്ന് പറഞ്ഞ ആ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഭക്ഷണം കോരിക്കൊടുക്കുന്ന ഒരു അമ്മച്ചിയായിരുന്നു. 10 വർഷമായിട്ട് അമ്മച്ചിയിലൂടെയാണ് ഞാൻ ഇവിടെ കൊത്തലങ്കോല് ഫാമിലി അറിയുവാനും ഇവിടെ വന്ന് 3.5 വയസ്സുള്ള എൻ്റെ മകളെയായിട്ട് ഞങ്ങൾ ഡെയിലി കുർബാനക്ക് വന്നും അതിലൊരു സന്തോഷം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിന്ന് എൻ്റെ മക്കൾക്ക് 2 പിള്ളേരും ഇവിടെ വന്ന് ഡെയിലി കുർബാന കൂടാനും ഈ മക്കളോടൊത്ത് ചെലവഴിക്കാനും കഴിഞ്ഞിട്ട്. പക്ഷേ എനിക്ക് മറക്കാൻ പറ്റാത്തത് എൻ്റെ അമ്മായിയമ്മ ചെയ്ത സഹായങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്കൊരു വീട്ടിലെ അനുഗ്രഹമായിട്ട് എൻ്റെ മക്കൾ 2 പേരെയും പഠിപ്പിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ആ ഒരു അമ്മ ചെയ്ത ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നു. 2 പേർക്കും നല്ല ജോലിയിലും നല്ല നിലയെത്തുന്നത് എൻ്റെ അമ്മായിയമ്മയിലൂടെ തന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമ്മുടെ കൂടെയുള്ള ജാൻസി ചേച്ചിയാണ് ഈ പ്രോഗ്രാം എല്ലാം കോർഡിനേറ്റ് ചെയ്യാനും രോഗികളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാനൊക്കെ എഫേർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ജാൻസി ചേച്ചി തന്നെ പറയും ഈ 10 വർഷത്തെ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു എക്സ്പീരിയൻസും ഇവിടെ വന്നപ്പോഴുള്ള സന്തോഷവും എന്തുകൊണ്ടാണ് ഏതൊരു സ്പിരിറ്റിലാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിച്ചതെന്നൊക്കെ ജാൻസി ചേച്ചി തന്നെ നമ്മോട് പറയും. ചേച്ചി, ഇവിടുത്തെ കൊത്തലിംഗോ മിഷൻ ഫാമിലി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. അത് അൽമായരും ഇവിടുത്തെ കൊത്തലിംഗോ ബ്രദേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും കൂടി കൂടിയിട്ടുള്ളതാണ് ആ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ധ്യാനം കൂടാൻ വരികയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ധ്യാനം എനിക്ക് ധ്യാനം കൂടാനല്ല ധ്യാനം കൂടിപ്പിക്കാനാണ് പിന്നെ എനിക്ക് അച്ഛൻ വിളിച്ച് നിർത്തിയത്. അതിനുശേഷം ഞാൻ ഇന്ന് വരെ ഇവിടുത്തെ ഒരു സജീവമായിട്ട് ഞാൻ വരികയും ഈ നിൽക്കുന്ന ഇവരൊക്കെ എന്ന് പറയണത് എനിക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റാറില്ല. ഇവർ സ്പൂണിൽ രോഗികൾക്ക് ചോറ് കൊടുക്കണം, കൈകൊണ്ട് വാരി കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു. ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇവരൊക്കെ അത് ചെയ്ത് വീട്ടിൽ പോയി അവരെ ഉടുപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി. നിങ്ങളിത് കണ്ടല്ലോ, അതുപോലെ ചെയ്യുന്ന ആൾക്കാരാണ് ഇരിക്കുന്നത് ഇവരെല്ലാവരും. അതിൽ മോള് പറഞ്ഞ പോലെ മലാഹമാർ, ഈ വന്നിരിക്കുന്ന എല്ലാവരുടെയും കാവൽ മലാഹമാരായിട്ട് പറയുന്നത് ഇവരെയൊക്കെ തന്നെയാണ്. ഇവരുടെ ശുശ്രൂഷ, ഇവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾക്ക് ഒത്തിരി പ്രചോദനമാണ്. എനിക്കിതൊന്നും ഇതിൻ്റെ പകുതി പോലും ഒന്നും ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ഞാനൊരു 13 ഓപ്പറേഷൻ കഴിഞ്ഞൊരു പേഷ്യൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആരോഗ്യപരമായിട്ട് എനിക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഇവരുടെ കൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ വന്നത്. അപ്പോൾ ഓരോ പ്രോഗ്രാമിനും ഇവരുടെയൊക്കെ ആ ഒരു എഫർട്ടെന്ന് പറയുന്നത് ജോലി കളഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. എല്ലാവരും വലിയ വലിയ ജോലിക്കാരൊന്നുമില്ല, സാധാരണ ജോലിക്കാരാണെങ്കിലും അവർ ആ ജോലി മാറ്റി വെച്ചുകൊണ്ട് 5 ദിവസം ഇവർക്ക് വേണ്ടിയിട്ട് നിൽക്കുക. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇല്ലാത്തൊരു സന്തോഷമാണ്. തീർച്ചയായും. അതുപോലെ അമ്മച്ചിമാരൊക്കെ എന്ന് പറയുമ്പോൾ അവർ വീട്ടിലെ ജോലിയെല്ലാം തീർത്ത് ഇവിടെ 50ഓളം അന്തേവാസികളുണ്ട്. അവർക്ക് ഡെയിലി ചോറ് കൊടുക്കാനും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനൊക്കെ ഇവരൊക്കെ എല്ലാ ദിവസവും വരും. അവർക്ക് അതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്നു. അതുമാത്രമല്ല, ഇതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ദൈവ അനുഗ്രഹം ഞങ്ങൾ പ്രാപിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെ ഒത്തിരി ദൈവം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. കൊത്തലങ്കോ 200 വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിലാണ് സ്ഥാപിതമായത്. വിശുദ്ധ ജോസഫ് കൊത്തലങ്കോ എന്നാണ് സൈറ്റിൻ്റെ പേര്. 3 സഭകളാണുള്ളത്, കൊത്തലങ്കോ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഫാദേഴ്സും. അത് ഇവിടെ ഇപ്പോൾ കൊത്തലങ്കോ ബ്രദേഴ്സ് എന്നുള്ള സഭയിലാണ് നമ്മളുള്ളത്. ഇവിടെ മെൻ്റലി ചലഞ്ചറായിട്ടുള്ള 50ഓളം പിള്ളേരെ 18 വയസ്സിന് മേൽപോട്ടുള്ളവരെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ്. നമ്മൾ എല്ലാ വർഷവും ഇവിടെ ഒരു പ്രത്യേക ഇവൻ്റ് നടത്താറുണ്ട്. വയോജനങ്ങൾക്കും കിടപ്പ് രോഗികൾക്കുമായിട്ടുള്ള ഒരു ധ്യാനം.
ഇത് കഴിഞ്ഞ ഇപ്പോൾ 10 വർഷമായി, കഴിഞ്ഞ 9 വർഷമായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ തുടങ്ങി നന്നായിട്ട് ഇപ്പോൾ പോകുന്നു. ഒരുപാട് കിടപ്പ് രോഗികളുടെയും വയോജനങ്ങളുടെയും പ്രതീക്ഷയാണ് ഈ ധ്യാനം. കാര്യം അവർക്ക് വേറെ ഒരു പുറത്തു പോകാനായിട്ടാ അങ്ങനെയുള്ള സാഹചര്യമില്ലാത്തവരാണ്. അപ്പോൾ നമ്മൾ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ തന്നെ വണ്ടിയെടുത്ത് അവരെ കൊണ്ടുവന്ന് ഒരു 5 ദിവസം ഒരു ചേഞ്ച് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വീടുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, ഒപ്പം രോഗിക്കും മാത്രമല്ല അവരുടെ ശുശ്രൂഷിക്കുന്നവർക്കും കൂടി ഒരു ചേഞ്ച് കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു എളിയ സംരംഭം. അത് രോഗികളിൽ വളരെയധികം എഫക്റ്റ് തരുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങളിത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഈ ധ്യാനത്തിനായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് മുഖങ്ങളാണ്. നമ്മൾ എപ്പോഴും ഇവരായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ട്. എപ്പോഴും നമ്മൾ സാധിക്കുമ്പോഴെല്ലാം ഇവരെ ചെന്ന് വീടുകളിൽ ചെന്ന് സന്ദർശിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ ഇവർ ഈ ധ്യാനത്തിന് വേണ്ടി ഓരോ വർഷവും അടുത്ത വർഷം എന്ന് തുടങ്ങും ബ്രദറെ, അടുത്ത വർഷം എന്ന് തുടങ്ങും എന്നാണ് ധ്യാനം എന്ന് പറഞ്ഞിരിക്കണ ഒരു സന്തോഷമുള്ളൊരു മുഖമാണ്. അതാണ് ഇതിൽ നിന്ന് ഏറ്റവും എവിഡൻ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈശോനെ കൊടുക്കാൻ സാധിക്കുക, അങ്ങനെ എല്ലാ വചനം പങ്കുവെക്കാനായിട്ടുള്ളതിനേക്കാളും നമുക്ക് എവിഡൻ്റായിട്ട് ഇവർക്ക് എന്താണ് ചെയ്യാൻ പറ്റണത് എന്നുള്ളതും ആ ഒരു സന്തോഷം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ എവിഡൻ്റായിട്ടുള്ളൊരു പ്രത്യേകമായിട്ട് പറയാനുള്ളത്. നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ബ്രദർ ഇമ്മാനുവൽ. ഞാൻ ബ്രദേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് കൊത്തലങ്കോ സന്യാസ സമൂഹത്തിലെ അംഗമാണ്. ഇത് ഞങ്ങളുടെ ആശ്രമം പള്ളുരുത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഈ ചുറ്റും നിൽക്കുന്നത് ഞങ്ങളുടെ ആശ്രമത്തിലെ അന്തേവാസികളാണ്. ഇവർ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള അന്തേവാസികളാണ് ഇവർ. ഞങ്ങൾക്കിവിടെ 45 അന്തേവാസികളുണ്ട്. ഞങ്ങളുടെ ക്യാരിസം ഇവരെ നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ആവശ്യമുള്ളവരെ നോക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ക്യാരിസം. ഏറെ പ്രത്യേകമായിട്ട് ഇന്ന് ഞങ്ങൾക്കിവിടെ ബെഡ്സൈദ അനുഭവ ധ്യാനം നടക്കുകയാണ്. ഞങ്ങളുടെ കൊച്ചി രൂപതയിലുള്ള എല്ലാ രോഗികളായിട്ടുള്ളവരും വാർദ്ധക്യം അനുഭവിക്കുന്നവരും ആയിട്ടുള്ള ആ പ്രത്യേക സമയത്തിലുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആശ്രമത്തിൽ ഒരു കൂട്ടം ആൾക്കാർ, ഒരു മിഷൻ ഫാമിലി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് നമുക്ക്. അവരുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ കൊച്ചിയിലുള്ള എല്ലാ അന്തേവാസികളെയും അവരിവിടെ കൊണ്ടുവരികയും അവർക്കായിട്ടൊരു 5 ദിവസത്തെ ധ്യാനം, അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ തുടക്കവും കൂടെയാണ്. ഇന്ന് വൈകിട്ട് 5:30 ധ്യാനം തുടങ്ങുകയാണ് ആശ്രമത്തിൽ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആശ്രമത്തിൻ്റെതായ കുറേ വിശേഷങ്ങൾ. എൻ്റെ പേര് സിസ്റ്റർ സ്റ്റെല്ല മേരി എന്നാണ്. ഞാനും ഒരു കൊത്തലങ്കോ സിസ്റ്ററാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതും ഇങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതും. ഞങ്ങളിവിടെ 5 സിസ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ ഞങ്ങൾ 3 സിസ്റ്റേഴ്സും ഞങ്ങളുടെ ബ്രദേഴ്സിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. ഞങ്ങളുടെ ബ്രദേഴ്സ് ഇവിടെ ഈ സേവനം തുടങ്ങിയ സമയത്ത് അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് വളരെ കുറച്ച് ബ്രദേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ സഹായം ആവശ്യപ്പെടുകയും അങ്ങനെ 2 സിസ്റ്റേഴ്സ് തുടക്കത്തിൽ കുട്ടികളെ സഹായിക്കുന്നതിനായിട്ട് ഇവിടെ വരികയും ഉണ്ടായി. അതിനുശേഷം ഞങ്ങളുടെ തന്നെ ഒരു കോൺവെൻറ്റ് ഇവിടെ തുടങ്ങുന്നതിനായിട്ട് ആവശ്യപ്പെട്ടതിനാൽ ഞങ്ങൾ 5 സിസ്റ്റേഴ്സ് അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റി ഇവിടെ സ്ഥാപിക്കുകയും ഇപ്പോൾ 5 സിസ്റ്റേഴ്സിൽ 3 പേരും ഇവിടെ നമ്മുടെ കുട്ടികളോടൊപ്പം സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഈ ധ്യാന അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി വളരെയധികം മനസ്സിനെ തൊട്ട്
തൊടുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. കാരണം ഞങ്ങൾ കിടപ്പ് രോഗികളായാലും മറ്റുള്ള രോഗികളായാലും വീടുകളിലേക്ക് സന്ദർശനത്തിനായിട്ട് പോയ സമയത്ത് എനിക്ക് ഒത്തിരി അധികം വേദന തോന്നി. 4 ചുവരുകൾക്കുള്ളിൽ മാത്രം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുവാൻ സാധിക്കാതെ കിടക്കുന്ന ഈ രോഗികളെ എല്ലാ വർഷവും ഞങ്ങളുടെ ബ്രദേഴ്സും അതുപോലെ തന്നെ കൊത്തലങ്കോ മിഷൻ ഫാമിലിയും ചേർന്ന് ഇവിടെ കൊണ്ടുവരികയും അവർക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ഒരു പ്രത്യാശയും നൽകുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്. ഇത്ര നേരം കാണുകയായിരുന്നു. വീടുകളിൽ നിന്നും നമ്മൾ ഒരുപാട് രോഗികളെ ഇവിടെ കൊണ്ടുവന്നു, വണ്ടികളിൽ വന്നു. ഇവരൊക്കെ ഇവിടെ വന്നത് സന്തോഷിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഭവനം ഇന്ന് രോഗികളുടെ ഉത്സവമായിട്ട് ആഘോഷിക്കുകയാണ്. അതിന്റെ തുടക്കമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. ഈ കൊച്ചി രൂപതയിലെ പള്ളുരുത്തിയിൽ നടക്കുന്ന ഈ കൊത്തലങ്കോ പ്രദേശത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കൊത്തലങ്കോ മിഷൻ ഫാമിലി സംഘടിപ്പിക്കുന്ന ഈ പരിപാടി എല്ലാവർക്കും മാതൃകയാണ്. പ്രത്യേകിച്ച് ഇവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഈശോ പറഞ്ഞതുപോലെ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ ദർശിച്ച് അവരെ സേവിക്കുവാനും പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും ഇവരുടെ പ്രവർത്തനം നമുക്കൊരു മാതൃകയാകട്ടെ. സാധിക്കുന്ന വേളയിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്കും കഴിയട്ടെ.